ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആയുർവേദത്തിൽ കൂടെ എങ്ങനെ മുഖത്തെ കറുത്ത പാടുകൾ, മുഖക്കുരു വന്നത് എല്ലാം മാറ്റാൻ കഴിയുമെന്നുള്ളൊരു ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിലൂടെ എന്ത് ചെയ്യും? നമുക്ക് സൗന്ദര്യം എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ. അപ്പോൾ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി നമ്മളിനി എന്ത് കാര്യമുണ്ടെങ്കിലും, അതായത് എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നല്ല സൗന്ദര്യം കാണാനുള്ള ഒരാളാണെങ്കിൽ അവരത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടേ ശ്രമിക്കത്തുള്ളൂ. അവരെന്തായാലും അത് ഇല്ലാതാക്കി കളയാനായിട്ട് ശ്രമിക്കത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുഖക്കുരു വന്ന് കറുത്ത പാടായിപ്പോയ ആൾക്കാർക്ക് ഞാൻ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമുക്ക് ആയുർവേദത്തിലൂടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചിലപ്പം വിചാരിക്കുമോ ഇതൊക്കെ നമ്മൾ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ വെള്ളരിക്കയുടെ നീരിൽ സാധാരണ രക്തചന്ദനം കറക്റ്റ് ആവുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും നല്ല രീതിക്കുള്ളൊരു ടിപ്സാണ്, രക്തചന്ദനം ചാലിച്ച് വെള്ളരി നീരിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ കറുത്ത എത്ര മാറാത്ത പാടുകൾ എന്ത് ചെയ്യും? മാറി അങ്ങ് പോവും. അതുപോലെ തന്നെ നമുക്ക് ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്. അതുപോലെ തേനിൽ രക്തചന്ദനം ചാലിച്ചിട്ട് മുഖത്ത് പുരട്ടി കൊടുക്കാം. അതുപോലെ ചുവന്നുള്ളി നീരെടുത്ത ശേഷം അതിൽ എന്ത് ചെയ്യുക? രക്തചന്ദനമല്ല, അതിൽ ചുവന്നുള്ളി നീരിൽ തേനോടി ഇറ്റിച്ച് അത് നമ്മുടെ മുഖത്ത് പുരട്ടി കൊടുക്കുക. അതിൽ തുളസിയില ചാറും കൂടി ഉപയോഗിക്കാമെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ടാണ്, ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാം. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പുളിയില എടുത്ത ശേഷം, അത് ഏറ്റവും നല്ലൊരു ടിപ്സാണ്. ഇപ്പോൾ വിചാരിക്കും പുളിയിലയല്ലേ, അത് നമ്മൾ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മാറുമെന്ന് ചോദിക്കും. കറക്റ്റായിട്ടും മാറും കൂട്ടുകാരെ. കറുത്ത പാടും മുഖക്കുരു വന്ന പാടും എല്ലാം കറക്റ്റാണ് മാറാൻ വേണ്ടിയിട്ട് പുളിയില എടുത്ത ശേഷം, അതിൻ്റെ നീരെടുത്തതിന് ശേഷം ആ പുളിയിലയിൽ എന്ത് ചെയ്യണം? പനിനീര് ചാലിക്കണം. പനിനീരിൽ അരച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. വെള്ളം ഒന്നും ഒഴിക്കരുത്. ഈ പനിനീരിൽ തന്നെ അരച്ച് അത് മിക്സ് ചെയ്ത ശേഷം അത് മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം വളരെ വമ്പനായിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് നല്ല എഫക്റ്റാണ്. ഇനി എന്ന് പറഞ്ഞാൽ, നമുക്ക് മുഖക്കുരുവോ മറ്റുള്ള മുഖത്തുള്ള പാടുകളോ ത്വക്കിനുള്ള അസുഖങ്ങളോ ഇതൊന്നും മാറാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ആയുർവേദത്തിലെ കിഴിയാണ് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിനെയൊക്കെക്കാളും കിഴി ഇപ്പോൾ ചെയ്യാൻ എല്ലാവരും പോകുന്നില്ല. അപ്പോൾ അതിനേക്കാളും എല്ലാം ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടിപ്സുകൾ, മുഖക്കുരു വന്ന് കാരയായി കറുത്ത പാടുകളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഈ പറഞ്ഞത്. ഇനി എന്ന് പറഞ്ഞാൽ, നമുക്ക് നാൽപ്പാമരാതി എണ്ണ എന്ന് പറയും. നാൽപ്പാമരാതി എണ്ണ സാധാരണ പ്രസവ സമയത്ത് എല്ലാ ആൾക്കാരും മുഖത്തും പുറത്തും എല്ലാം ഉപയോഗിക്കുന്ന എണ്ണയാണ്. പക്ഷേ ഇത് നമുക്ക് അതിന് ശേഷം യൂസ് ചെയ്യാം. നമ്മുടെ ശരീരത്തിന് കളർ വ്യത്യാസം വരുന്ന സമയത്ത് ഈ ഒരു എണ്ണ നമ്മൾ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇതെല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ആയുർവേദ മരുന്നുകൾ അടങ്ങിയതാണ്. അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക കൂട്ടുകാരെ. ഇനി മൺചട്ടിപ്പൊടിയും പിന്നെ ഇരട്ടി മധുരപ്പൊടിയും തുല്യ അളവിൽ എടുത്ത ശേഷം അതിൽ രക്തചന്ദനവും നല്ല ചന്ദനം കിട്ടും, അതും കൂടി ചാലിച്ച് നമ്മുടെ മുഖത്തും ശരീരത്തിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അത് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇനി കുറുന്തോട്ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ കുറുന്തോട്ടി നമുക്ക് മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അതും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആയുർവേദത്തിലൂടെ നമുക്ക് ഒരു പാർശ്വഫലങ്ങളില്ലാത്ത ഒരുപാട് നല്ല മരുന്നുകൾ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ടിപ്സ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഈ പുളിയിലയിലുള്ള ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ കറുത്ത പാടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഒരു ദിവസം ചെയ്തിട്ടില്ല എന്ന് പറയണ്ട, എല്ലാ ദിവസവും, അതായത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ടാറ്റ ബൈ. നാളെ പുതിയ ടിപ്സുമായിട്ട് കാണാം. ഓക്കേ.